ഹായ് ഗൈസ് പറ. അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മുടെ മീൻ വറുത്തതിന്റെയാണ്. മീൻ വറുത്ത് കൂട്ടി ചോറുണ്ടുക, അതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ മാത്രല്ല കേട്ടോ, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. എന്നാ ആയിക്കോട്ടെ, ഡേ ഇൻ മൈ ലൈഫും കൂടെ നമ്മളങ്ങ് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് അറിയാലോ, ഇത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ. നമ്മള് മീൻ വറക്കുന്നു, മീൻകറി ഉണ്ട്, അത് ഇന്നലെ വെച്ച് അത് എടുത്തില്ല. ആണോ? ഇന്ന് വെച്ച് അത് അതിന്റെ ക്ലിപ്സ് നമ്മുടെ ഇന്ന് പോയി. അപ്പം ഇനിയും മത്തി പനിഞ്ഞീനും ഉണ്ട് വറക്കാനായിട്ട്. ഫ്രഷ് മത്തി നമ്മളടുത്ത് പൂശി ഇട്ടിരിക്കുന്നു. അടുത്ത മതി. മത്തിയെല്ലാം കൂടെ അങ്ങോട്ട് മൊഴിഞ്ഞ് അങ്ങോട്ട് വരട്ടെ. അപ്പം നമ്മുടെ പനിഞ്ഞിന് ഇവിടുന്ന് പിടിക്കും. നമ്മളെ നല്ല സാന്ദ്രരാജസിൻ്റെ ഐറ്റംസാണ് ഇതെല്ലാം. ലംബോർഗിനി ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്നെ എടുക്കുമോ മോനെ? കട്ടിലേലാണോ കിടക്കുന്നത്? ഇതാണോ കട്ടില്? അപ്പോൾ അകത്ത് കിടക്കുന്ന എന്നതാ? മത്തി വറുത്തോണ്ടിരിക്കുകയാണ്. ഇനി പനിഞ്ഞ് മറക്കാറുണ്ട്. ഈ പനി ഇന്ന് ഞാനാ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നല്ല സൂപ്പർ മത്തിയാ, നല്ല മുഴുപ്പം മത്തിയാ. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നിങ്ങളിത് കാണൂ. ഗൈസ്, നമ്മുടെ പനിഞ്ഞിരുത രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. പനിയും നല്ല മണം. പിന്നെ പനിയും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണ്. ശാസ്ത്രീയമായിട്ട് പിന്നെ ഗായ്സ്, കൂട്ടുകാരെ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്കൊക്കെ ഒരു ഇതുള്ളൂ. നമ്മളൊക്കെ വളർന്ന് വലുതായിട്ട് വരത്തുള്ളൂ. എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്, നമ്മളും കൂടെ അല്ലേ അങ്ങനെ രക്ഷപ്പെട്ട് പോട്ട്. പനിനീനെ കുറിച്ച് പൂഴ്ത്തി പറഞ്ഞു. തിളച്ചെണ്ണ തെരച്ചെന്റെ പെടലിക്ക് പനിനീനെ നീ ഭാഗത്തെ കൊണ്ട് പോവാ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ. അതില് നമ്മള് വലിയ പ്രൊഫഷണൽ വ്ളോഗേഴ്സ് അല്ല, എന്നാൽ നമുക്ക് താല്പര്യമുണ്ട്. നമ്മള് പ്രൊഫഷണൽ ആകും ഭാവിയിൽ. ഇങ്ങനെ ചെയ്ത് പഠിച്ചല്ലേ നമ്മള് എല്ലാം പഠിക്കുന്നത്. അപ്പൊ നമ്മള് അതൊക്കെ ആവും. പിന്നെ നമ്മളുടെ എഡിറ്റിംഗ് ഒക്കെ മോശമൊന്നും പറഞ്ഞൊന്നും ആരും ഒന്നും വിചാരിക്കരുത്. അതൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് അറിയാവുന്ന പോലെ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാം പഠിക്കുന്നത് അല്ലേ? പിന്നെ അതെ, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. പുതിയ പുതിയ ഓരോ കണ്ടന്റുകൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലത്തെ കണ്ടന്റുകൾ നമ്മളങ്ങ് ഇടും അല്ലേ? പിന്നെ നിങ്ങളൊക്കെ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നവര് ഒന്ന് ലൈക്കോ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്കതൊരു ഗുണമായിരിക്കും, നമുക്ക് അതൊരു പ്രചോദനമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ കാണണം കേട്ടോ ഗൈസ്.
എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ക്ലിക്കായി നമുക്ക് കുറച്ച് വരുമാനമൊക്കെ കിട്ടിയിട്ട് വേണം നമ്മുടെ പ്രേക്ഷകർക്ക് ഗീവ് അവേ തരേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ഗീവ് അവേ ഒന്നും അല്ലേ? അല്ല നമുക്ക് ആഗ്രഹമുണ്ട് ഇത് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളീ വേണ്ടേ. അതുകൊണ്ടാ. അപ്പം അത് ഭാവിയിൽ എല്ലാം ഉണ്ട്. വ്യത്യസ്തരമായിട്ടുള്ള വ്യൂവേഴ്സ് നൽകാൻ നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളോടത്ത് കാണണം. അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. അതെ, എന്താണേലും കമന്റ് ചെയ്തോളൂ, തെറിയൊന്നും കമന്റ് ചെയ്യല്ലേ. ഇപ്പം എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തു ചുമ്മാ അല്ലേ? അതൊക്കെ നമുക്ക് ഒരു രസമാണ്, നമുക്കൊരു സന്തോഷമില്ല അതൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മീൻ വറുത്ത് കോരി ഇട്ടു, ഇനി പഞ്ഞിയും വറുത്ത് കോരി ഇട്ടിട്ട് ചോറും കൂടെ എടുത്ത് നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലേ? അത് പിന്നെ ചോറെടുക്കാം. ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ചൂട് ഇത് കുഞ്ഞുങ്ങള്, ഇത് തള്ള, ഒന്നും കൂട്ടി നമുക്കൊരു പിടി അങ്ങ് പിടിച്ചേക്കാം അല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മുടെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളതപ്പം സാന്ദ്ര ഞങ്ങളൊന്നും ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതിപ്പോ 4 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ. ഇത് നമ്മുടെ സ്വന്തം പച്ചമുളകാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഉണ്ടാകാനുണ്ട്. ബീഫു കണ്ടില്ല, ഇതെല്ലാം ഇനി ഉണ്ടാകാനുള്ളതാ. ഇതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ ഇതൊക്കെ. വേറെ കൃഷികൾ ഏതൊക്കെയാണ് സാന്ദ്ര രാജേഷിന്റെ? ഇത് വേറൊരു കൊച്ചി കൃഷി. അമ്പുരുക്കുട്ടി ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ് പറ. എന്നാ കാച്ചി? മോര് കാച്ചിയ. എല്ലാരും ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലെന്ന് പറ.